റോഷിപാലാണ് ചേരുന്നത്. റോഷിപാൽ, വലിയ ആകാംക്ഷയുണ്ടായിരുന്നു SIR കേരളത്തിൽ നടപ്പാക്കാൻ പോകുമ്പോൾ എന്താണ് തുടർ നീക്കങ്ങൾ എന്നതിൽ നിന്നിപ്പോൾ മുഖ്യമന്ത്രി തന്നെ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെടുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കേന്ദ്രത്തിന്റെ കളിപ്പാവയാക്കുന്നു എന്നത്, ഇതിൽ പിന്നോട്ട് പോകണം എന്ന മുഖ്യമന്ത്രിയും ഒപ്പം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളും നിലപാടെടുക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇത് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? കാരണം ഓൾറെഡി നടപടിക്രമങ്ങളൊക്കെ തന്നെ തുടങ്ങിക്കഴിഞ്ഞില്ലേ? വിനീത, സംസ്ഥാനത്ത് UDF-ന്റെയും LDF-ന്റെയും കടുത്ത വിയോജിപ്പുകൾ അവഗണിച്ച് തന്നെയാണ് SIR നടപ്പിലാക്കാനുള്ള തീരുമാനം എടുത്തത്. വരുന്ന മാസം 4-ാം തീയതി അതിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ തുടങ്ങും. എന്യൂമറേഷൻ ഫോമുമായി ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടാന്തരം സന്ദർശിക്കും, അത് പൂരിപ്പിച്ചു വാങ്ങും. ഡിസംബർ 4-നകം ആ പ്രവർത്തനങ്ങൾ പൂർത്തിയാകും. ഡിസംബർ 9-നാണ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. പിന്നീട് അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 7-ന് പ്രസിദ്ധീകരിക്കും. അങ്ങനെ ഏതാണ്ട് 2.5 മാസം നീണ്ടു നിൽക്കുന്ന ഒരു നടപടിക്രമങ്ങളാണ് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് നടക്കുക. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരിച്ചതിന് ശേഷമാണ് നടക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. അതിന്റെ ജില്ലാ കളക്ടർമാരുടെ യോഗമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്നത്. നാളെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേരുന്നുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗവും നാളെ തലസ്ഥാനത്ത് ചേരും. ശരി റോഷിപാൽ, അപ്ഡേറ്റുകൾക്കായി വീണ്ടും എത്താം.